ഇന്ന് രാവിലെ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്, ഒരാളുടെയും പേര് പറയില്ല എന്ന്. വേണമെങ്കിൽ സൂചന തരാം. സതീശൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇടുക്കി കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ആര് കയ്യേറ്റം ചെയ്തു എന്ന പേര് പറഞ്ഞാലല്ലേ പ്രശ്നമെന്നാണ് സതീശൻ ഇവിടെ ചോദിക്കുന്നത്. കയ്യേറ്റത്തെ കുറിച്ച് സതീശൻ അക്കമിട്ട് നിരത്തിയിട്ട് ചോദിച്ചു, പാറ പൊട്ടിക്കുന്നത് കണ്ടിട്ടും അനങ്ങാപ്പാറയായി ഇരിക്കുകയല്ലേ മുഖ്യമന്ത്രി എന്ന്. നിഷേധിക്കാനാകുമോ എന്ന ചോദ്യവും സതീശൻ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അനങ്ങുന്നേ ഇല്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ച് റവന്യൂ മന്ത്രി ഒന്ന് എഴുന്നേറ്റു. പക്ഷെ VD സതീശൻ കണക്കുകൾ നിരത്തിയപ്പോൾ എഴുന്നേറ്റിടത്ത് തന്നെ ഇരിക്കേണ്ടി വരികയാണ് ആ റവന്യൂ മന്ത്രിക്ക്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണണം. കുടിയേറ്റക്കാരെ നിയമപരമായി സംരക്ഷിക്കണം. അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണയാണ്. സാർ, കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണ്. സാർ, ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. സാർ, പരുന്തുംപാറ, വാഗമൺ, ചൊക്രമുടി, ചിന്നക്കനാൽ, മാൻകുത്തിമേട്, അണക്കരമേട്, കൊട്ടകാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ പറഞ്ഞ ഈ പരുന്തുംപാറ, വാഗമൺ പ്രദേശങ്ങളിലെ കയ്യേറ്റം സാർ 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സാർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഒരു നടപടി പോലും. അതായത് തട്ടുപാറയാണ്. ഒരിക്കലും സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല. സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. നൂറുകണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല. പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. സാർ, ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്താ? ഇപ്പോൾ വലിയ വിവാദമായപ്പോൾ അവിടെ കൊണ്ടുപോയി ബോർഡ് വെച്ചു, ഇത് സർക്കാർ ഭൂമിയാണ് എന്ന്. പഴയ പരിപാടിയാണ് അവിടുത്തെ. അത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഈ കയ്യേറ്റക്കാർ തന്നെ അതെടുത്ത് തോട്ടിൽ എറിയും, ഈ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡ്. സാർ, ഭൂസംരക്ഷണ നിയമപ്രകാരം ഇത്രമാത്രം വ്യാജ പട്ടയമുണ്ടാക്കി നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആൾക്കെതിരായിട്ട് ഒരു കേസ് എടുത്തിട്ടില്ല. ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിട്ടില്ല. ഇത്രയും പരാതികളുള്ള ഈ കേസിൽ എടുത്തിട്ടില്ല. സാർ, ഇത് ഒന്ന് ശ്രദ്ധപ്പെടുത്താനാണ്. അങ്ങ് കൃത്യമായിട്ടാണ് പോകുന്നത്. KLC ആക്ട് അനുസരിച്ച് നടപടി എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ടല്ലോ. അതിലെ B-ഫോം നമ്മൾ 3 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തി